നബി സഖാഫി, നിങ്ങൾ മറന്നുപോയ പഴയ ഹൊസങ്കടി സംവാദമൊക്കെ? നിങ്ങളിപ്പോ ഇനി ഫീൽഡിൽ ഇല്ലല്ലോ. ഞാൻ ഇൻഷാല്ലാ വരാം. ഞാൻ വരുന്നുണ്ടേക്ക്. ഇപ്പൊ നിങ്ങൾ ഈ ഫീൽഡിൽ ഇല്ലല്ലോ. എവിടെ പോയി? അലവി സഖാഫി ഇപ്പൊ ഇവിടെ ഒന്ന് വന്നു എന്നല്ലാതെ ഇനി എവിടെ? കൊണ്ടുവരിവിടെ ഇവിടെ വെച്ചിട്ട് ഇതേപോലെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാത്ത ആരോടും ദുആ ചെയ്തതിന് തെളിവുണ്ടി പറയും. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ഇസ്തിഗാസ നടത്തിയെന്ന് പറയും. ഇതേപോലെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ഇങ്ങനെ എണ്ണി പറയാൻ അലവി സഖാഫിക്ക് ചങ്കുറപ്പുണ്ടോ? ഈ ചോദ്യം മുതുവല്ലൂരിന്റെ അന്തരീക്ഷത്തിൽ മുടങ്ങുമല്ലാതെ അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിയില്ല. ആ ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. ചോദിച്ചാ ചോദ്യം ബാക്കിയോ? എന്നിട്ടെങ്കിലും കൊണ്ടുവരുന്നിട്ട് അങ്ങനെ പറഞ്ഞേ. എവിടെ പോയൊക്കെ? മാളത്തിലൊളിച്ചില്ലേ? ഫീൽഡ് വിട്ടില്ലേ? തൗഹീദ് ശിർക്കോ? ഇപ്പൊ പണി വീൽ ചെയർ കൊടുക്കലാത്രേ. അതുപോലെ വാട്ടർ ബെഡ് കൊടുക്കലാണ്. അതേമാതിരി ആംബുലൻസ് കൊടുക്കലാണ് പരിപാടി. ഇതൊക്കെ വിട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഇതിൽ മുജാഹിദുകളുമായി കളിച്ചാൽ അത് ലാഭകരമല്ല എന്ന് അനുഭവത്തിന്റെ ബോധമുള്ളതുകൊണ്ട് പിൻവാങ്ങിയിട്ടുണ്ടല്ലേ നിങ്ങൾ? എവിടെ പോയി? അലവി സഖാഫി ഇവിടെ നിന്ന് വന്നതല്ലേ? എവിടെ പോയി നമ്മളെ വടശ്ശേരി അസം മുസ്ലിയാർ? ഞങ്ങൾക്കിത് വല്ലാതെ പറഞ്ഞ ആൾക്കാരല്ലേ ഇതൊക്കെ? എവിടെ പോയി സുലൈമാൻ സഖാഫി മാളിയേക്കൽ? എവിടെ പോയി കൂറ്റമ്പാറ ദാരിമി? എവിടെ പോയി പത്തപ്പിരിയം സഖാഫി? എവിടെ പോയി നമ്മളെ ഏലംകുളം സഖാഫി? റഷീദ് കുത്തിയാടിയ കണ്ടവരുണ്ടോ? പേരോട് എവിടെ പോയി? ഈ തൊട്ടപ്പുറത്ത് ഓമാനൂരിൽ വന്നില്ലേ? എന്നിട്ടും ഭയലല്ലേ? നമ്മള് ഇൻഷാല്ലാഹ് ക്ലിപ്പ് ഞാൻ കാണിക്കുന്നുണ്ട്. ഇവ രോഗം കാലുവേദനയൊക്കെ മാറിയിട്ടുണ്ടത്രേ. അങ്ങനെ എവിടെ? പേരോടവിടെ. അതേപോലെ തന്നെ ഇങ്ങനെ പ്രസംഗിച്ചേടേണ്ട പോയ ആൾക്കാരില്ലേ? എവിടെ പോയി അവരൊക്കെ? ഇവർക്കറിയാം പിടിച്ചു നിൽക്കാൻ. ആവനാഴിയിൽ അമ്പില്ല എയ്യാൻ അമ്പില്ല എന്ന് അനുഭവത്തിന്റെ ബോധ്യമായിരുന്നു. കഴിഞ്ഞ സംവാദങ്ങളിൽ, ഖണ്ഡന പ്രസംഗങ്ങളിൽ അനുഭവിച്ചറിഞ്ഞ ബോധ്യമായിരുന്നു.